അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല. മറ്റുള്ളവർക്ക് മുന്നിൽ ഇവൾക്ക് ആ സ്ഥാനം ഉണ്ടാവും. പക്ഷെ എന്റെ മനസ്സിലോ മുറിയിലോ ഇവൾക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇന്നു മുതൽ ഈ അമരാവതിയിലെ അധികാരി ഇവളാണ്. എന്റെ മോന്റെ ഭാര്യ. വാ മോളെ, വാ. മോളെ ഇവിടെ ഇരിക്കും, ഞാൻ പോരെ. ഇതൊക്കെ നീ എടുത്തു. യു ടേക്ക് ഓൾ. ഇത് പോരെങ്കിൽ എന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ഞാൻ നിനക്ക് എടുത്തു തരാം. 1 കോടിയല്ലേ നീ ചോദിച്ചുള്ളൂ. എന്റെ ബാങ്ക് ലോക്കറിൽ കുറെ ആഭരണങ്ങൾ കൂടി ഇരിപ്പുണ്ട്, അതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്റെ മകൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് കല്യാണം കഴിച്ചതെങ്കിൽ ഇതെല്ലാം നീ എടുത്തു. ഐ ആം ഹാപ്പി, ഐ ആം വെരി വെരി ഹാപ്പി. ഞാൻ കാശിനു വേണ്ടിയാണ് തിരിച്ചു വന്നതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ കാശ് കണ്ട ആർത്തിയോടെ വന്ന വില കുറഞ്ഞ ഒരുവളായി അമ്മയെങ്കിലും എന്നെ കാണരുത്. പണം മോഹിച്ചു വന്നവളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ, അമ്മ എന്നെ പരീക്ഷിക്കുവാണോ? നോ മോളെ, ഇതെന്റെ കടമയാണ്. ഈ വീടിന്റെ മരുമകൾ എന്ന പേരല്ലാതെ ഒരവകാശവും നിനക്കില്ലെന്ന് എന്റെ മകൻ പറഞ്ഞപ്പോ എനിക്കത് സഹിച്ചില്ല. ഈ വീടിന്റെ മരുമകളായി നീ വരുന്നതും കാത്തുകാത്തിരുന്ന ഒരാളാ ഞാൻ. എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ നീ എന്റെ മരുമകളായി കഴിഞ്ഞു. യു ആർ മൈ ഡോട്ടർ ഇൻ ലോ. നിന്റെ പ്രശ്നങ്ങളെല്ലാം ദാ ഇതുകൊണ്ട് തീരുമെങ്കിൽ ഇതെല്ലാം നീ എടുത്തു. എന്റെ അക്കൗണ്ടിലുള്ള പണസഹിതം എവറിത്തിങ് യു ടേക്ക്. ഐ ആം ഹാപ്പി. അമ്മ, നിന്നെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ് മോളെ. ഈശ്വര, ഈ അമ്മയോട് പോലും കള്ളം പറയേണ്ട അവസ്ഥയിലായി പോയല്ലോ ഞാൻ. ഞാൻ എന്താ അമ്മയോട് മറുപടി പറയേണ്ടത്? അമ്മയുടെ മകനെ ജയിലിലേക്ക് അയക്കാൻ അച്ചാരം വാങ്ങി വന്നവളാണ് ഞാനെന്ന സത്യം എങ്ങനെ ഞാൻ അമ്മയോട് പറയും? DK ചെയ്ത കൊലപാതകത്തിന്റെ തെളിവുകൾ കണ്ടെടുത്ത് ആ ഓഫീസർക്ക് കൊടുക്കാനാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഈ അമ്മയോട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്റെ അനിയത്തിക്ക് വേണ്ടി, എന്റെ അച്ഛൻ ജയിലിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടകം കളിക്കാൻ വന്നതെന്ന് എങ്ങനെ അമ്മയോട് പറയും? ഇത്രയും സ്നേഹമുള്ള ഈ അമ്മ അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാ ചതിക്കുക? ഈശ്വര, ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ. എന്താ മോളെ നീ ആലോചിക്കുന്നേ?
ഏ? ശ്ശോ, നീ എന്താ കരയാണോ? നീ എന്തിനാ കരയുന്നേ? എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. ദേ, നീ ഇങ്ങനെ കരയാൻ പാടില്ല. നിനക്കേ എന്തിനെ നേരിടാൻ കഴിയും. നോ ടെൻഷൻ. യു ആർ ഓക്കെ? മോളെ, എന്റെ മോനെയും നിന്നെയും ഒരുമിച്ച് ചേർക്കാൻ ദൈവേ നേരത്തെ തീരുമാനിച്ചതാ. അതുകൊണ്ടാ എന്റെ കണ്ണൻ നിന്നെ ഇവിടേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ഈ താലി ഈശ്വരന്റെ നിശ്ചയവാ. ഇത് പൊട്ടിച്ചെറിഞ്ഞു പോകാൻ നിനക്ക് കഴിയില്ല. ഇത് തിരിച്ചെടുക്കാൻ എന്റെ മകനും കഴിയില്ല. നീ ഇവിടെ തന്നെ തിരിച്ചു വരുമെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇതൊരു മുൻജന്മ ബന്ധമാണ്. അമ്മയുടെ മനസ്സങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിനക്കിനി ഒരിക്കലും ഈ വീട് വിട്ടു പോവാനാവില്ല എന്ന്. നിന്നെ അമരാവതിയുടെ മരുമകളുടെ സ്ഥാനത്തിരുത്തിയത് ഈശ്വരനാ. മൈ ലിറ്റിൽ കണ്ണന. അവനാ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന? സ്നേഹിക്കും. നിന്നെ ഞാൻ മനസ്സ് നിറഞ്ഞു സ്നേഹിക്കും. കാരണം എന്റെ മകൻ താലി കെട്ടിയ പെണ്ണാ നീ. എന്റെ പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല. എനിക്കിതൊന്നും അറിയണ്ട. അതൊക്കെ മൈ ലിറ്റിൽ കണ്ണൻ നോക്കിക്കോളും. ഈ സ്വർണം കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം നീ എടുത്തു. അമ്മയ്ക്ക് സന്തോഷം. മൈ ലിറ്റിൽ കണ്ണന നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നത്. ഹി നോ എവറിത്തിങ്. ഹി ഡു ഓൾ. ഐ നോ. മോളെ, ഇനി അമ്മ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നീ ഈ വീടിന്റെ അമ്മായിയമ്മയാണ്, എന്റെ മരുമകളാണ്. അതിന്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നിനക്കുണ്ടായിരിക്കും. ആ അധികാരത്തോടെ തന്നെയാവണം ഇവിടെ നീ പെരുമാറാനും ജീവിക്കാനും. മനസ്സിലായോ? യു ആർ മിസ്സസ് ഹിറ്റ്ലർ. മോളെ, ഇത്രയും കാലം ഈ വീട് കാത്തിരുന്നത് നിനക്കു വേണ്ടിയാ. ഇനി നീ വീട് വിട്ടു പോകരുത് ഒരിക്കലും. ഇത്രയും നല്ല മനസ്സുള്ള അമ്മയെ ചതിക്കാനാണ് ഞാൻ വന്നേന്നറിയുമ്പോ നാളെ അമ്മ എന്നെ ശപിക്കും. അമ്മ ആഗ്രഹിക്കുന്ന പോലെ ഒരു മരുമകളാകാൻ എനിക്ക് പറ്റില്ല അമ്മ. ഞാൻ ഈ വീടിന്റെ അസ്ഥിവാരം തോണ്ടി അമ്മയുടെ മകനെ ജയിലിലാക്കാൻ വന്നവളാ. എനിക്കൊരിക്കലും ഹിറ്റ്ലറിന്റെ ഭാര്യയാവാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കമ്മ. മോളെ, ഡോണ്ട് വറി, ബി ഹാപ്പി.
അവള് പറഞ്ഞ കഥകളൊന്നും സത്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല. DK അവളെ കിഡ്നാപ്പ് ചെയ്തു പോലും. എന്നിട്ട് അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി DK കല്യാണം കഴിച്ചെന്ന്. ഏത് രീതിയിൽ ആലോചിച്ചാലും ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ നമ്മള് ദിവസേന പത്രത്തിൽ വായിക്കുന്നതും വാർത്തയിൽ കാണുന്നതും ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എന്നുവെച്ചാ അല്ല, ഒരിത്തിരിയെങ്കിലും തീയില്ലാതെ പുകയില്ലല്ലോ. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താരേച്ചെന്തേ വളഞ്ഞു ചുറ്റി സംസാരിക്കുന്ന? DK അവളുടെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് ജ്യോതി പറഞ്ഞില്ലേ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? ഇനി DK തന്നെയാവോ ഇതിന് പിന്നിൽ? ഏയ്, DK അങ്ങനെ ചെയ്തെന്ന് ചിന്തിക്കുന്ന എന്നെ മണ്ടത്തരം. അല്ല, ഈയിടെ ആയിട്ടുള്ള DKയുടെ ചില പ്രവൃത്തികളും സംസാരമൊക്കെ സംശയകരമാ. എന്തൊക്കെ പറഞ്ഞാലും DK ഇത്തരം ചീപ്പ് പരിപാടികൾ ചെയ്യുമെന്ന് ഒരിക്കലും കരുതാൻ വയ്യ. സത്യാവസ്ഥ മറ്റെന്തോ. എന്തായാലും പാവം എന്റെ സിത്താര എല്ലാവരുടെ മുന്നിൽ എത്ര തവണ അപമാനിക്കപ്പെട്ടു. അവൾ അമ്മായിയമ്മയായിട്ട് വന്നിരുന്നെങ്കിൽ അമരാവതിയിലെ നമ്മുടെ അധികാരം ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു. ഇതിപ്പോ നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. DKയുടെ ആട്ടം തുപ്പ് സഹിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാനാ നമ്മുടെ വിധി. താരേ, DK കുറ്റപ്പെടുത്തിയുള്ള നന്ദികെട്ട സംസാരം ഇവിടെ വേണ്ട. എന്താ കുറ്റപ്പെടുത്തിയ? അല്ല, DK കുറ്റപ്പെടുത്തിയ മായച്ചക്ക് ഇത്രയും കൊള്ളുന്ന എന്തിനാ? DKയ്ക്കും അമ്മയ്ക്കും മുന്നില് എപ്പോഴും നല്ല പിള്ള ചമഞ്ഞ് ഞങ്ങളെ കൊച്ചക്ക നോക്കല്ലേ മായച്ചി? മൂത്ത മരുമകളാണെന്നുള്ളൊക്കെ ശരി തന്നെയാ. എന്ന് വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാ മായച്ചിക്കുള്ളത്? ഇനി അതും പോട്ടെ, ഈ DK പേടിക്കാനും ബഹുമാനിക്കാനും DK നമ്മുടെ ആരാ? നമ്മുടെ ഭർത്താക്കന്മാരാരും അയാളുടെ യഥാർത്ഥ മക്കളൊന്നും അല്ലല്ലോ, വെറും വളർത്തു മക്കൾ. അപ്പൊ അത്രയ്ക്കൊന്നും DKയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നമ്മുടെ ഭർത്താക്കന്മാരുടെ വളർത്തച്ഛൻ, അത്രേ ഉള്ളൂ. നീ എന്താ പറഞ്ഞത്? മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? എങ്കിലിത്തിരി പരിഷ്കാരത്തിൽ പറയാം. വെറും കെയർ ടേക്കർ, അതാണ് DK. നാവടക്കിക്കോണം. വാക്കുകൾ അളന്ന് തൂക്കി വേണം ഉപയോഗിക്കാൻ. നമ്മുടെ ഭർത്താക്കന്മാരാരും DKയുടെ സ്വന്തം മക്കളല്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? DKയുടെ മരുമക്കളെന്ന ഗർവും പദവിയും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഗോകുലും ബാലുവും ശ്രീറാമും ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് DKയുടെ നല്ല മനസ്സുകൊണ്ടാണ്. അത് മറന്ന് ഒരക്ഷരം ഇനി മിണ്ടരുത്. മേലിൽ ഇങ്ങനെ ആവർത്തിച്ച ഇത് മാത്രം ആയിരിക്കില്ല ശിക്ഷ. സോറി മായച്ചി, ഒരു ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. DK പോലൊരു വ്യക്തിയെ അമ്മായി അച്ഛനായിട്ട് കിട്ടിയ നമ്മള് ശരിക്കും ഭാഗ്യം ചെയ്തവരാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. DKയുടെ കല്യാണം കഴിഞ്ഞു. ജ്യോതി DKയുടെ ഭാര്യയായി. DKയ്ക്ക് ഒട്ടും ചേർന്നൊരു പെണ്ണല്ല ജ്യോതി. അവള് കാരണം DKയുടെ ജീവിതം ദുരന്തമാകാതിരിക്കാനാ നമ്മൾ ഇനി നോക്കേണ്ടത്. അല്ലാതെ DKയെ പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യാനല്ല. ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല. എനിക്ക് DKയുടെ ഒരു ബഹുമാനക്കുറവില്ല. ആ ജ്യോതിയുടെ മുഖം ഓർത്തപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. അതിനിങ്ങനെ അടിക്കണോ? നക്ഷത്രം എണ്ണിപ്പോയി. വല്ലപ്പോഴും നക്ഷത്രം എണ്ണുന്നതും മാനത്ത് നോക്കുന്നതും സൗരയൂഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുമൊക്കെ വളരെ നല്ലതാ. പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഒരു അവബോധം കിട്ടും. അല്ല, ഇനിയിപ്പോ ജ്യോതിയെ എന്ത് ചെയ്യാനാ മായച്ചിയുടെ പ്ലാൻ? DKയുടെ ഭാര്യയായിട്ട് ഇവിടെ പൊറപ്പിക്കാൻ പോവാണോ? എങ്കി പിന്നെ പെട്ടിയും കിടക്കയെടുത്ത് 1 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് ഇറങ്ങുന്നതാ ബുദ്ധി.
മായച്ച എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടേ പറ്റൂ. ഇറക്കി വിടണം. ആരുടെയും മനസ്സിന് മുറിവേൽക്കാതെ അവളെ ഈ വീടിന്റെ പടി ഇറക്കി വിടണം. നമസ്കാരം DK സാർ. എന്തു വേണം നിനക്ക്? എനിക്ക് നിങ്ങളെ വേണം DK. നിങ്ങൾക്കൊരു സമ്മാനം തരാൻ തിരക്കി വന്നതാ ഞാൻ. എവിടെ? ഞാൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ. അടുത്ത 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തണം. നിങ്ങൾക്ക് തരാനുള്ള സമ്മാനമായിട്ട് കാത്തിരിക്കുക ഞാൻ. വേഗം വാ. ഹലോ ഹലോ, വരും. എന്നെ തേടി DK ഇവിടെ വരും. പടർന്നു കത്തുന്ന തീപ്പന്തം പോലെ DK തേടി വരും. ആ, 10 മിനിറ്റ് തികച്ചെടുത്തില്ല. ദേ വന്നു. ഇതാണ് DK. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാൻ. ഓ, എന്താ DK ഇത്? വിവാഹ സമ്മാനം നൽകാൻ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഐ ഡോണ്ട് വാണ്ട് യുവർ ഗിഫ്റ്റ്. മര്യാദക്ക് ഇതും കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. ഇന്നത്തോടെ തീർന്നു DKയുടെ ജീവിതത്തിന്റെ സമാധാനം. ഇന്ന് നടന്നത് പേമാരിയുടെ ചെറിയൊരു തുടക്കം മാത്രം. ഇനി വരാൻ പോകുന്നത് പ്രളയവും ഉരുൾപൊട്ടലും. അത് നിങ്ങളെ വന്ന് മൂടാൻ പോവാണ് DK. ആ, ജ്യോതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അമരാവതി പോലൊരു വലിയ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അവളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ജ്യോതിയെ പോലൊരു പെൺകുട്ടിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്കറിയില്ല ഈ വിവാഹം നടന്നത് ഞാൻ കാരണമാണെന്ന്. അവളെ പോലൊരു നികൃഷ്ട ജന്തുവിനെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത് ഞാനാണ് DK. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ശിക്ഷയാണ്. എന്റെ ജീവിതം തകർക്കാൻ നോക്കിയതിന്, ആവശ്യമില്ലാതെ എന്റെയും പ്രിയയുടെയും ജീവിതത്തിൽ ഇടപെട്ടതിന്. എനിക്കുറപ്പാ, കല്യാണത്തോടുകൂടി അമരാവതിയിലെ യുദ്ധങ്ങൾ തുടങ്ങും. അവളുണ്ടല്ലോ, ആ ജ്യോതി,
എങ്ങോട്ടെറിഞ്ഞാലും ബൂമറാങ് പോലെ തിരിച്ചു വന്ന് നിങ്ങളെ ചങ്കിനടിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് ആഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും നിങ്ങള്. ഒടുവിൽ ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. ദേ, ആ സമയത്ത് എന്റെ ഈ സമ്മാനം നിങ്ങൾക്കൊരുപാട് ഉപകരിക്കും.